വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അത് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. നിലമ്പൂർ സ്ഥാനാർത്ഥി ആര് എന്ന് കോൺഗ്രസ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. സ്ഥാനാർത്ഥിയുടെ പേര് ഉടൻ അന്തിമമാക്കും. അത് മാത്രമല്ല കെ.സി. വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിക്കും. ഡൽഹിയിൽ നിന്നും അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഏറെക്കുറെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് വന്നത്. അത് ഉറപ്പിക്കാവുന്ന തരത്തിലാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. എങ്ങനെയാണ് അവിടെ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്? ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമല്ലേ? വൈകാതെ പ്രഖ്യാപനമുണ്ടാവും. ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപാണ് കേരളത്തിൽ നിന്ന് നേതൃത്വം തീരുമാനിച്ച പേര് ഡൽഹിയിലേക്ക് അറിയിച്ചത്. AICC നേതൃത്വത്തെ അറിയിച്ചു. അതിനുശേഷം കെ.സി. വേണുഗോപാൽ അദ്ദേഹം പാർട്ടി പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇവിടെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 40 മിനിറ്റ് നേരമായി ചർച്ച നടക്കുന്നു. ഇവിടെ വേറെയും ചില സംസ്ഥാനങ്ങളുടെ ചർച്ചയുണ്ട് എങ്കിലും കെ.സി. വേണുഗോപാൽ നിലമ്പൂരിൻ്റെ കാര്യം രാഹുൽ ഗാന്ധിയുമായി പ്രത്യേകം സംസാരിച്ചു. മാത്രവുമല്ല പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് പേര് അന്തിമമാക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള അന്തിമ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ഈ കൂടിക്കാഴ്ചയെല്ലാം പൂർത്തീകരിച്ച് പേര് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 7 മണിക്ക് മുൻപ് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ല, പേരിൽ വല്ല തർക്കവുമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഡൽഹിയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും നിലയിലുള്ള മറ്റു പരിഗണനകൾ വേണമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ മാത്രമേ ഇന്നല്ല നാളത്തേക്ക് പ്രഖ്യാപനം നീളുകയുള്ളൂ. എന്തായാലും സാധാരണഗതിയിൽ ഇന്ന് തന്നെ ഏതാണ്ട് 7 മണിക്ക് മുൻപ് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ശരി, എന്തായാലും കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും.